welcome back to my channel. So ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ള കുർത്ത സെറ്റ്സ്, ടോപ്സ് ആൻഡ് പാൻറ് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ മുതൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്കൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട്, സൈഡിൽ ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഏറ്റവും ഫസ്റ്റ് ഞാൻ കുർത്ത സെറ്റുകൾ കാണിച്ചു തരാം. ഇതാണ് ഫസ്റ്റ് കുർത്ത സെറ്റ്, കുർത്ത പ്ലസ് പാൻറ് ആട്ടോ. ഇതൊരു അനാർക്കലി കുർത്ത സെറ്റാണ്. ഇതിൻ്റെ ഫ്ലെയർ ആണെങ്കിൽ ഇവിടെ ഇങ്ങനെ കയറിയിട്ടാണ് വരുന്നത്. ബാക്കിലാണെങ്കിൽ സ്ട്രെയിറ്റ് ആട്ടോ. പിന്നെ രണ്ട് സൈഡിലും സ്ലിറ്റ് വരുന്നുണ്ട്. ഫ്രണ്ടിലാണെങ്കിൽ സ്ലിറ്റിൻ്റെ ഈ ഭാഗത്ത് ബോർഡർ ഉണ്ട്. സെയിം ബോർഡർ സ്ലീവ്സിൻ്റെ അറ്റത്തുണ്ട്. 3/4 സ്ലീവ് ആട്ടോ. അതുപോലെ തന്നെ നെക്കിലും ഉണ്ട് കേട്ടോ ബോർഡർ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിൻ്റാണ്. ഈ ഒരു കളർ കോമ്പിനേഷനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇങ്ങനെയാണ് ബാക്ക്. നല്ല കോട്ടൺ മെറ്റീരിയൽ ആട്ടോ. സൂപ്പർ കംഫർട്ടബിൾ ആണ് വെയർ ചെയ്യാൻ. ഇത് ഇൻഡോയറ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ആണ്. പാൻ്റ് ആണെങ്കിൽ വേറെ പ്രിന്റിലാട്ടോ, ഫ്ലോറൽ പ്രിന്റ് ആണ് വരുന്നത്. ബാക്കിലാണ് എലാസ്റ്റിക്. ഇത്ര ലെങ്ത് ഉണ്ട്. ഞാൻ എല്ലാ സൈഡിലും സ്റ്റൈൽ ചെയ്ത് കാണിച്ചു തരാം. എൻ്റെ ഹൈറ്റ് വരുന്നത് 5.6 ഫീറ്റ് ആണ്. അപ്പോൾ ലെങ്ത്തിൻ്റെ ഒരു ഐഡിയ കിട്ടും നിങ്ങൾക്ക്. നല്ല കോട്ടൺ മെറ്റീരിയൽ ആട്ടോ പാൻറ്റും. പാൻ്റ് ആണെങ്കിൽ എനിക്ക് വേസ്റ്റിൻ്റെ ഭാഗത്ത് ചെറിയ രീതിയിൽ ലൂസാണ്. അപ്പോൾ ഞാൻ മേടിച്ച മീഡിയം സൈസ് ആട്ടോ. ടോപ്പൊക്കെ എനിക്ക് കറക്റ്റാണ്. അപ്പോൾ ഞാനത് പർച്ചേസ് ചെയ്ത് 1199 റുപ്പീസിനാണ്. അടുത്ത ലിബാസിൻ്റെ ഈ ഒരു കോട്ടൺ കുർത്ത സെറ്റാണ്. നേരത്തെ ഞാൻ കാണിച്ച കുർത്ത സെറ്റിൻ്റെ ഓൾമോസ്റ്റ് സിമിലർ ഫീച്ചേഴ്സ് ആട്ടോ ഇതിനും വരുന്നത്. 3/4 സ്ലീവാണ്, വീനെക്കാണ്. നെക്കിൻ്റെ ഇവിടെ ബോർഡർ ഉണ്ട്, സ്ലീവ്സിൻ്റെ അറ്റത്ത് ബോർഡർ. പിന്നെ ഇവിടെ രണ്ട് സൈഡിലും സ്ലിറ്റ് ഉണ്ട് കേട്ടോ. ഫ്രണ്ടിൽ മാത്രം സ്ലിറ്റിൻ്റെ ഈ ഒരു സൈഡിൽ ബോർഡർ വരുന്നുണ്ട്, ബാക്കിലില്ല കേട്ടോ. പിന്നെ ബാക്കിൽ സ്ട്രെയിറ്റ് ആയിട്ടാണ് പ്ലീറ്റ്സ്. ഫ്രണ്ടിൽ ഇങ്ങനെ കയറിയിട്ടാണ് നടുക്ക്. നല്ല കോട്ടൺ മെറ്റീരിയലാണ്. പാൻസ് ആണെങ്കിൽ ഫ്ലോറൽ പ്രിന്റിലാണ് വരുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാൻസ് ആണ്. ബാക്കിലാണ് എലാസ്റ്റിക്. ഞാൻ അത് മേടിച്ചത് മീഡിയം സൈസിലാട്ടോ. എനിക്ക് കറക്റ്റാണ്. പാൻറ്റും ടോപ്പൊക്കെ കറക്റ്റാട്ടോ. പിന്നെ പാൻസിനാണെങ്കിൽ രണ്ട് സൈഡിലും പോക്കറ്റ്സ് വരുന്നുണ്ട്. പാൻസ് ആണെങ്കിൽ പലാസോ ടൈപ്പാണ്. അപ്പോൾ ഞാനത് പർച്ചേസ് ചെയ്ത് 1133 റുപ്പീസിനാണ്. അടുത്തത് ഈ ഒരു ബ്യൂട്ടിഫുൾ പ്രിൻറ്റഡ് പാൻസ് ആണ്. ഫ്ലോറൽ പ്രിൻ്റ് ആണ് വരുന്നത്. ഇത് കെച്ച് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ആണ്. ഫ്രണ്ടിലും ബാക്കിലും എലാസ്റ്റിക് ഉണ്ട്. പിന്നെ ഇവിടെ ആണെങ്കിൽ ഡ്രോ സ്ട്രിങ് ഉണ്ട്. നമുക്കിനി ലൂസ് ആണെങ്കിൽ ടൈറ്റ് ചെയ്തിട്ട് കെട്ടി വയ്ക്കാം. ഒരു പലാസോ ടൈപ്പാണ്. അപ്പോൾ ഇതിൻ്റെ മെറ്റീരിയൽ ആണെങ്കിൽ പോളിസ്റ്റർ ആണ്. പിന്നെ നല്ല അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിനാണ് ഞാനത് പർച്ചേസ് ചെയ്തത്. 299 റുപ്പീസിനാട്ടോ ഞാനത് പർച്ചേസ് ചെയ്തത്. ഞാൻ മേടിച്ച മീഡിയം സൈസിലാണ്. എനിക്ക് കറക്റ്റാണ്. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ ക്രോപ്പ് ടോപ്പിൻ്റെ കൂടെ ഇട്ടാൽ നല്ല ഭംഗി ഉണ്ടായിരിക്കും കേട്ടോ. ഞാനിവിടെ സൈഡിൽ ഒരു ബ്ലാക്ക് റിബ്ഡ് ക്രോപ്പ് ടോപ്പിൻ്റെ കൂടെയാണ് സ്റ്റൈൽ ചെയ്തിട്ടുള്ളത്. ഞാൻ അതിൻ്റെ ലിങ്കും താഴെ കൊടുക്കാം കേട്ടോ. അടുത്ത ടീഷർട്ട്സിൻ്റെ കോംബോ ആണ്. 3 ടീഷർട്ട്സിൻ്റെ കോംബോ ആട്ടോ. ഓവർ സൈസ്ഡ് ആയിട്ടുള്ള ടീഷർട്ട്സ് ആണ്. ജൂൺബെറി എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ആട്ടോ. ഫസ്റ്റ് ഇത് മൂന്നിനും സെയിം ഫീച്ചേഴ്സ് ആട്ടോ. കളർ ഡിഫറൻസ് ഉള്ളൂ. കുറേ കളർ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഇങ്ങനെ കോംബോ ആയിട്ട് മൂന്നെണ്ണമായിട്ട് വരുന്നത്. പിങ്ക്, ബ്ലൂ, ലൈറ്റ് ബ്ലൂ ഉണ്ട്, മെറൂൺ ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്. കുറേ കളർ ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ ഇങ്ങനെ കോംബോ ആയിട്ട്. അപ്പോൾ ഞാൻ ഈ കോംബോ പർച്ചേസ് ചെയ്ത് 799 റുപ്പീസിനാണ്. പിന്നെ നല്ല കോട്ടൺ മെറ്റീരിയൽ ആട്ടോ. നല്ല കംഫർട്ടബിൾ ആണ് വെയർ ചെയ്യാൻ. ഓവർ സൈസ്ഡ് ആയിട്ടുള്ള ടീഷർട്ട്സ് ആട്ടോ. എനിക്ക് ഭയങ്കര ലൂസ് ഫിറ്റ് ആയിട്ടുള്ള ടീഷർട്ട്സ് ആണ് ഇഷ്ടം. അപ്പോൾ ഞാൻ മേടിച്ചത് മീഡിയം സൈസ് തന്നെയാണ് കേട്ടോ, എൻ്റെ യൂഷ്വൽ സൈസ്. ഇതിനാണെങ്കിൽ ഡ്രോപ്പ് ഷോൾഡേഴ്സ് ആണ്, ഹാഫ് സ്ലീവ് ആണ്, റൗണ്ട് നെക്ക്. ഞാനത് പർച്ചേസ് ചെയ്ത് 799 റുപ്പീസിനാണ്. അടുത്ത റോക്ക് പേപ്പർ സിസേഴ്സ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ റിബ്ഡ് ആയിട്ടുള്ള ടോപ്പാണ്. ഞാൻ മുന്നത്തെ ഹോളിൽ ഈ ഒരു ബ്രാൻഡിൽ നിന്ന് ബ്ലാക്ക് കളർ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ ഒരു ഗ്രീൻ കളറാണ് പർച്ചേസ് ചെയ്ത്, പിസ്താഷിയോ ഗ്രീൻ. ഒരു സൈസ് അപ്പാട്ടോ പർച്ചേസ് ചെയ്ത്. ഞാൻ നോർമലി റിബ്ഡ് ആയിട്ടുള്ള ടോപ്സൊക്കെ 1 സൈസ് അപ്പാട്ടോ പർച്ചേസ് ചെയ്യാറ്.
കുറച്ചുകൂടി ഒരു റിലാക്സ്ഡ് ആയിട്ടുള്ള ഫിറ്റ് കിട്ടാൻ. മീഡിയം ആണെങ്കിലും എനിക്ക് കറക്റ്റ് ആട്ടോ. കുറച്ചുകൂടി റിലാക്സ്ഡ് ഫിറ്റ് കിട്ടാനാണ് ഞാൻ ഒരു സൈസ് അപ്പ് പർച്ചേസ് ചെയ്തത്. നോർമൽ സൈസ് ആണെങ്കിലും ഓക്കെ ആട്ടോ. അപ്പോൾ ഞാനത് പർച്ചേസ് ചെയ്തത് 497 റുപ്പീസിനാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഹോൾ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഞാൻ കാണിച്ച എല്ലാ പ്രൊഡക്ട്സിൻ്റെ ലിങ്കും താഴെ കൊടുത്തിട്ടുണ്ട്. സോ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.